എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനെ കുറിച്ചിട്ടുള്ള ചില വിവരങ്ങളാണ്. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ വധിക്കപ്പെട്ടെന്ന് പറയുന്നു ഒരു കൂട്ടർ. അവർ സേഫാണെന്ന് അവരുടെ ഭരണപക്ഷം പറയുന്നു. എന്നാൽ അവിടുത്തെ പാകിസ്ഥാൻ ചീഫ് അസീം മുനീറും ഒപ്പം പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും അവർ പബ്ലിക് അപ്പിയറൻസ് ഉണ്ടാകുന്നില്ല. അവിടെ പല രീതിയിലുള്ള അക്രമങ്ങൾ നടക്കുന്നു. ചാവേറക്രമങ്ങൾ കൂടുതലായി നടക്കുന്നു. അത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ. പല ഭാഗത്തും സമരങ്ങളാണ്. അസീം മുനീർ എല്ലാം രഹസ്യമായി ഓരോ നിയമങ്ങൾ പാസ്സാക്കുന്നു. അതനുസരിച്ച് ഏതാണ്ട് പാകിസ്ഥാൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അസീം മുനീറിൻ്റെ കൺട്രോളായി കഴിഞ്ഞു. കാരണം ഷഹാബ് ഷെരീഫ്, ഇപ്പോഴത്തെ പ്രധാനമന്ത്രി, ഒരു ഡമ്മി ക്യാരക്ടറായി മാറിയിരിക്കുകയാണ്. അതായത് അസീം മുനീറിന് എന്താ സംഭവിച്ചെന്നറിയില്ല. അദ്ദേഹം പാകിസ്ഥാൻ്റെ മാർഷലായി മാറുന്നു. അദ്ദേഹം മൊത്തം ഈ പഴയ കാലങ്ങളിൽ ഈ പട്ടാളം ഭരണം ഏറ്റെടുത്തതുപോലുള്ള ഒരു മൂവ്മെൻറ്റ്സിൽ തന്നെ അസീം മുനീറും പോകുന്നത്. ഈ അസീം മുനീറിൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉച്ചയ്ക്ക് ഊണൊക്കെ കൊടുത്തപ്പോൾ അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ശിങ്കിടിയായി മാറി. അപ്പോൾ അസീം മുനീറിൻ്റെ ഏത് ആവശ്യവും ട്രംപ് നടത്തി കൊടുക്കും. എന്നാൽ ട്രംപ് ഒരു ബിസിനസ്സുകാരനാണെന്ന് അസീം മുനീർ അറിയുന്നില്ല. പോട്ടെ. ഇനി മറ്റൊരു ഡെവലപ്മെൻറ്റ്സ്, പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ എയർലൈൻസ് PIA അത് കടക്കണിയിൽപ്പെട്ട് അത് ആക്ഷൻ ചെയ്യേണ്ട ഒരു ലെവലിലായി. ആ ആക്ഷനിൽ പട്ടാളത്തിൻ്റെ ഒരു സൊസൈറ്റി ആക്ഷനിൽ പങ്കെടുക്കണം. അതായത് ജപ്തി നോട്ടീസിൽ ജപ്തി ചെയ്യുന്ന അവസ്ഥയിൽ അത് പട്ടാളം അത് ഏറ്റെടുക്കാനുള്ള ശ്രമമാണ്. ദാറ്റ് മീൻസ് അവർ ക്യാഷ് കൊടുത്തിട്ട് അവർക്ക് എങ്ങനെയാണ് ഇത്ര വലിയ എമൗണ്ട് വരിക അറിയില്ല. ഒരുപക്ഷെ അതും അമേരിക്കയുടെ സപ്പോർട്ടായിരിക്കാം, അമേരിക്കയുടെ ബിനാമിയായി വർക്ക് ചെയ്യാമായിരിക്കാം. പക്ഷേ ഇതെല്ലാം ചെന്നെത്തുന്നത് നമുക്ക് ഒരു തലവേദന സൃഷ്ടിക്കും. കാരണം അവിടെ അരാജകത്വമാണ് നടക്കുന്നത്. അവർ ക്യാഷ് കൊടുത്താലും നിത്യോപയോഗ സാധനങ്ങൾക്ക് വലിയ വിലയാണ്. എന്നാൽ അതത്ര ലഭ്യവുമല്ല. ഒരു വല്ലാത്ത അരിശിതാവസ്ഥയാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ അസീം മുനീർ അങ്ങനെയുള്ളൊരു പരിതാപകരമായ അവസ്ഥയെ ക്രിയേറ്റ് ചെയ്യാണ്, അതിനെ വഷളാക്കുകയാണ്. എങ്കിൽ മാത്രമേ ഇന്ത്യയെ ചൊറിയാൻ വന്ന് ഇന്ത്യയുമായി ഒരു യുദ്ധം പ്രഖ്യാപിക്കണം. അപ്പോൾ പാകിസ്ഥാനോട് ഫാൾസ് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഇന്ത്യ നമ്മളെ ആക്രമിക്കുന്നു, നമ്മളെല്ലാവരും കൂടെ അതിനെ ചേർത്ത് വേണം. പാവം പാകിസ്ഥാനികൾക്ക് ഇതൊന്നും അറിയില്ല, അവർ അത് വിശ്വസിക്കും. അപ്പോൾ ഇവരെല്ലാം ഇന്ത്യക്ക് എതിരായിട്ട് മാറും. പക്ഷേ മുൻകാലങ്ങളിൽ ഉണ്ടായതുപോലെ ആയിരിക്കില്ല പാകിസ്ഥാന് കിട്ടുന്ന തിരിച്ചടി. അത് വലിയ അഗാധമായിരിക്കും. അത് അവർ അറിഞ്ഞാൽ നന്നായിരിക്കും. എന്നാൽ അവരറിയും തോന്നുന്നില്ല. അതുകൊണ്ട് പാകിസ്ഥാൻ എപ്പോഴും നമുക്കൊരു തലവേദനയായി മാറിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. എനിവേ, അത് അവിടെ നിന്നുണ്ടാകുന്ന എന്ത് പ്രവർത്തനവും നമുക്ക് അതിനെ ഏത് രീതിയിലും നമുക്കതിനെ നേരിടാൻ സാധിക്കും. അതിനെന്തായിരുന്നാലും പാകിസ്ഥാൻ കൊണ്ട് എത്രത്തോളം നമ്മളെ ഉപദ്രവിക്കാൻ നമുക്ക് നല്ല നിശ്ചയമുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്യുകയും ചെയ്യും. എനിവേ, പോട്ടെ. ഇനി അടുത്ത് നമ്മൾ കൊച്ചി കേരളത്തിലേക്കൊന്ന് കടങ്ങാം. ചില പാർട്ടിക്കാരുടെ ഓഫീസിൽ ലഡ്ഡു വിതരണവും പടക്കം പൊട്ടിക്കൽ കേട്ട് ആരോ ഒരാളുടെ ജാമ്യം കിട്ടാതെയായി. ഞാൻ ഒക്കെ പേര് പറയാൻ നാണക്കേടാണ്. കാരണം ഇതൊക്കെ ഒന്ന് ഈ വ്യക്തിത്വമില്ലാത്ത ആൾക്കാരുടെ പേര് പറഞ്ഞ് നാം സ്വയം എന്തിനാണ് നമ്മൾ നാണം കെടേണ്ട കാര്യമില്ല. എപ്പോഴും ഒന്ന് പറയുക, ചെറുപ്പത്തിൽ
അർഹിക്കുന്നത് കിട്ടാതെ വരുമ്പോൾ പലർക്ക് പലതും തോന്നും. അതിൻ്റെയൊക്കെ ദൂഷ്യഫലമാണ്. ഇനി വേറെ ഈ പാർട്ടിക്കാർക്ക് അവർ ഈ പീഡനത്തിൻ്റെ തീവ്രത അളക്കുന്ന മീറ്റർ അവരുടെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. അത് മീറ്റർ കേടായാൽ അത് അളക്കാൻ എക്സ്പീരിയൻസ് ഉള്ള പാർട്ടിക്കാരും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്ന്. എന്നാൽ ഇവർ മനസ്സിലാക്കുന്നില്ല. മോഷണക്കുറ്റത്തിന് ഇവരുടെ നേതാക്കന്മാർ ഇപ്പോൾ ജയിലിൻ്റെ അകത്ത് കിടക്കുന്ന വിവരം അറിയുന്നില്ല. അവർക്ക് അതിനും ഒരു കുഴപ്പമില്ല. ഇവർക്ക് ആരെന്തിരുന്നാലും ഈ ആഘോഷം എന്ന് പറയുന്നത് ഇവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. പിന്നെ ഏതെങ്കിലും ഇലക്ഷൻ വന്നാൽ ഇവർക്ക് സ്ത്രീ പീഡനത്തിൻ്റെ കഥകൾ ഇങ്ങനെ മെനഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊരു മെഗാ സീരിയലാണ്. ഒരു 9-ാം തീയതി വരെ തീവ്രത കാണും. പക്ഷേ 9-ാം തീയതി കഴിഞ്ഞാലും അയ്യപ്പൻ്റെ മുന്നിൽ നടന്ന ഒന്നും തീരാൻ പോണില്ല. അപ്പോൾ അതിനും ഇവർ ലഡ്ഡു വിതരണം ചെയ്യണ്ടേ, പടക്കം പൊട്ടിക്കണ്ടേ, ഒക്കെ ചെയ്യുക. അപ്പോൾ അതായത് ഈ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന അത് എല്ലാ പാർട്ടിക്കാരും ഒരു അരാജകത്വ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആർക്ക് എവിടെ എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കുക. സ്ത്രീകളുമായിട്ട് സമ്പർക്കം പുലർത്തുമ്പോൾ ഏത് സൈഡിൽ നിന്നാണ് എങ്ങനെയാണെന്ന് അവർ പ്രകോപിപ്പിക്കാമെന്നറിയില്ല. ബി കെയർഫുൾ. ബുദ്ധിമുട്ടാണ്. നിങ്ങളെ ഇതുവരെ നാളായിട്ട് കെട്ടിപ്പടുത്ത എല്ലാം ഉടഞ്ഞു തകർന്നു പോകും. അതുകൊണ്ട് ആരോടും അമിതമായുള്ളൊരു ആവേശം കാണിക്കാതിരിക്കുക. സ്ത്രീയെ കുറ്റം പറയില്ല. അവർ പാവം പിടിച്ചവരാണ്. അവരെ വശീകരിക്കാൻ എളുപ്പമാണ്. എന്നാൽ അവർ ജ്വാലയായി മാറാനും അവർക്ക് സാധിക്കും. അതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിവേ ഇത് ഒരു നല്ലൊരു കാര്യങ്ങളല്ല. അതുകൊണ്ട് I am not interested to discuss more about that one. എനിവേ എന്തായിരുന്നാലും നമുക്ക് ഈ പാകിസ്ഥാൻ്റെ ഉപദ്രവം എപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മളത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യിക്കണം. അങ്ങനെ വന്നാൽ നമ്മളതിനെ ചെറുത്ത് തോൽപ്പിക്കുകയും ചെയ്യും. കാണാൻ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.